ഇനിയും അത് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തതെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഈ അവസാന ദിവസം നടക്കുന്ന പോസ്റ്റ് മത്സരത്തിൽ ഒരു അലോട്ട്മെന്റ് ഭാഗം ബാക്കി മെഡിക്കൽ അലോട്ട്മെന്റ് ഭാഗം അതിന് വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഉദ്ഘാടന സെഷനുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ഉള്ള ഗ്രൗണ്ട് വൃത്തിയാക്കുമെന്നല്ലാതെ നമുക്ക് വേറെ അധികം ഗ്രൗണ്ട് നമുക്ക് കൈവശമില്ല. നമുക്കുള്ളതിനെ വൃത്തിയാക്കിയെടുക്കാൻ കഴിയും. പിന്നെ പ്രധാനപ്പെട്ട വിഷയം ഈ ഭക്ഷണത്തെ സംബന്ധിച്ച് പറഞ്ഞതാണ്. എപ്പോഴും ഏതൊരു മേഖലകളിലും വളരെ പ്രശ്നം ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. തിരുക്കര സമീപത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല. അതിൻ്റെതായിട്ടുള്ള അതൊക്കെ വളരെ ക്രിയേറ്റീവായിട്ട് ഈ ടൗണിൽ തന്നെ വെച്ച് നടക്കുന്ന പരിപാടിയാകുമ്പോൾ തൊട്ടടുത്ത ഏതെങ്കിലും സ്ഥാപനത്തിലായിരിക്കും ഭക്ഷണം അറേഞ്ച് ചെയ്യുക. ഇതിന് കൊണ്ടുവരാൻ കഴിയില്ല. നമ്മുടെ ഈ വർഷത്തെ സ്കൂൾ കലാകായികമേള ആരംഭിച്ചിരിക്കുകയാണ്. സ്കൂൾ തലത്തിലും അതുപോലെ ഉപജില്ലാ തലത്തിലുള്ള കായികമേളയുടെ സമാപനം ഭാഗമായി ജില്ലാതല കായികമേള ഇപ്രാവശ്യം കൊട്ടാരക്കരയിൽ ഒക്ടോബർ മാസം 16, 17, 18 നടത്തുകയാണ്. അതിൻ്റെ സംഘാടക സമിതി രൂപമാണ് ചേർന്നത്. കൊട്ടാരക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചും അതുപോലെ SKV സ്കൂളിൽ വെച്ചുമാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. 3 ദിവസം നീണ്ടിരിക്കുന്ന ഈ കായിക മാമാങ്കത്തിന് കൊട്ടാരക്കര ആതിഥ്യം നൽകുകയാണ്. എല്ലാ ആശംസകളും കൊട്ടാരക്കര നഗരസഭയ്ക്ക് വേണ്ടി നൽകുകയാണ്.